Everything okay. You have done a wonderful job, Mr. Prasad. Thank you. Now you see this. Blue Jagger. Yeah. You want some? How many carat? 100 stones, about 85 carats. What price you offer? Price for Blue Jagger. You bring the stone. I will give you good price. Okay, I will bring them. Yes. എനിക്ക് ഹോങ്കോങ്ങിൽ വെച്ച് സംശയം ഉണ്ടായിരുന്നു. എന്തിന്? ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന പ്രോഗ്രാമിനല്ലെന്ന്. പിന്നെ കള്ളക്കടത്തിന് കൂട്ടുകേൽക്കാൻ ഒന്നും അറിയാത്ത പാവം 2 പെൺകുട്ടികളെ കൂടെ നിങ്ങൾ അതിന് ഉപയോഗിച്ചു. പിടിക്കപ്പെട്ട ശിക്ഷ അനുഭവിക്കണം ഞങ്ങളല്ലേ? താൻ കുടിച്ചിട്ടുണ്ടോ? മാറ. ഇല്ല. ഇതിന് സമാധാനം പറയാൻ നിങ്ങളെ വിടില്ല. എന്താണ് നിങ്ങളുടെ കയ്യിൽ? മാറി നിൽക്കല്ല പറഞ്ഞു. Don't move now. I say not to move. എന്തുണ്ട് സാർ ഈ തോക്കൊക്കെ? നിങ്ങളെ ഉപദ്രവിക്കണമെന്ന് എനിക്ക് ഉദ്ദേശമില്ലായിരുന്നു. എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി പറയാം. ഇവിടെ ഒരു പ്രോഗ്രാമും നിങ്ങൾക്ക് വേണ്ടി നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും 2 ദിവസം കൂടി നിങ്ങൾ ഇവിടെ താമസിക്കണം. അത് കഴിഞ്ഞേ നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റൂ. അതിനിടയ്ക്ക് നിങ്ങൾ ആരെങ്കിലും പോലീസിൽ പരാതിപ്പെട്ടാൽ അകപ്പെടുന്നത് നിങ്ങളായിരിക്കും. എന്തിന്? ലക്ഷങ്ങൾ വില വരുന്ന രക്തക്കല്ലുകൾ കടത്തിക്കൊണ്ടുന്നതിന് നിങ്ങൾ പിടിക്കപ്പെടും. ഓർത്തോളൂ. മറ്റു പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പുസ്തകങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വായിക്കാൻ. എന്റെ കയ്യിൽ ഫിഷറീസിനെ സംബന്ധിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടതല്ലോ. ജാപ്പനീസ് ജനതയും അവരുടെ ജീവിത രീതികളെയും പറ്റി പഠിക്കാൻ കവാബാത്തയുടെ കൃതികളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അച്ചടിച്ച ആ പുസ്തകങ്ങൾ നിങ്ങൾക്ക് നാട്ടിൽ കിട്ടില്ലേ? പക്ഷെ അത് വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം പഠിക്കേണ്ടത് ഇവിടുത്തെ ജനങ്ങളെയാണ്. കവാബാത്തി എഴുതിയ കൃതികൾ അധികവും കഴിഞ്ഞ മഹായുദ്ധത്തിന്റെ കൃതികളെ കുറിച്ചാണ്. ഹിന്ദിക്കാർ ആ യുദ്ധം കണ്ടിട്ടില്ല. പലർക്കും കേട്ടറിവുകൾ. പുസ്തകം വായിച്ചാലും ഇവിടത്തെ ജനങ്ങൾ അനുഭവിച്ച വേദന നിങ്ങൾക്ക് മനസ്സിലാവില്ല. സഖ്യകക്ഷികളുടെ വിമാനപ്പട
ഈ ടോക്കിയോ നഗര പാതിയിലധികം നശിപ്പിച്ചു. രാജകൊട്ടാരം മുതൽ കുടിലുകൾ വരെ നിലംപതിച്ചു. 40 ലക്ഷത്തിലധികം ജനങ്ങളെ കൊന്നൊടുക്കി. തെരുവുകളിൽ ശവങ്ങൾ ചിതറിക്കിടന്നു. ഈ അവസ്ഥയിൽ ജനങ്ങൾ നിസ്സഹായരായിരിക്കും. ഹിറോഷിമയും നാഗസാക്കിയും ആറ്റം ബോംബിട്ട് ചാമ്പലാക്കി. മനുഷ്യന്റെ ക്രൂരതയും നശീകരണ ശക്തിയും വെളിപ്പെടുത്തി പിന്നെയും വർഷങ്ങളോളം അണുപ്രസരം കൊണ്ട് ആ പട്ടണങ്ങൾ ജനവാസമില്ലാതെ തരിശായി കിടന്നു. ആ ദുരന്തത്തിന്റെ ഓർമ്മയ്ക്കായി ഹിറോഷീമയിൽ ഇന്ന് അവശേഷിക്കുന്നത് അന്ന് അണുബോംബിൽ തകർന്ന ഈ കെട്ടിടത്തിന്റെ അസ്ഥിപഞ്ജരം മാത്രമാണ്. ഒരിക്കൽ കത്തിച്ചാമ്പലായി ഈ രാജ്യത്തെ ഈ നിലയിലേക്ക് ഉയർത്തിയത് അധ്വാനശീലവും അച്ചടക്കബോധവും ദേശസ്നേഹവുമുള്ള ഒരു ജനതയുടെ കൂട്ടായ യജ്ഞമാണ്. ആ ജനങ്ങളെയാണ് നിങ്ങൾ കാണേണ്ടത്. അവരുടെ ജീവിതമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അയ്യോ, വയറ് നിറഞ്ഞ്. എന്തൊക്കെയായി കൊണ്ടുവരുന്നത്? ജാപ്പനീസ് ചായയാണ്, കഴിക്കണം. ഞങ്ങളുടെ ആചാരമാണ്. ഹായ്. കൊനക്കത്ത മുത്കുശിവനെ. എന്താണ് ഇവർ പറയുന്നത്? അതെ, നിങ്ങളുടെ കണ്ണുകൾ മനോഹരമാണെന്ന്. ആ, എന്നെ കുറിച്ച് എന്തെങ്കിലും ആണോ അവർ പറയുന്നത്? അല്ല, അടുത്ത ആഴ്ച നമ്മുടെ ഫാക്ടറിയിൽ സ്ട്രൈക്ക് ഉണ്ടായിരിക്കുന്നു. അപ്പൊ കോളടിച്ചല്ലോ. അടുത്ത ആഴ്ച മുതൽ ഫാക്ടറിയിൽ പോകണ്ട. പോണം. എന്തിന്? മുദ്രാവാക്യം വിളിക്കാൻ? അല്ല, ജോലി ചെയ്യാൻ. സ്ട്രൈക്ക് ദിവസം ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാതെ ആ 1 മണിക്കൂർ സമയം കൂടി കൂടുതൽ ജോലി ചെയ്താണ് ഇവിടെ തൊഴിലാളികൾ സമരം ചെയ്യുന്നത്. അത് കൊള്ളാം. ഞങ്ങളുടെ നാട്ടിൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ പണിമുടക്കെന്നാണ്. ആരെങ്കിലും ജോലിക്ക് വന്നാൽ തന്നെ അവരതിന് വിടില്ല. ഇന്തോ ദേവ സ്റ്റോനിനോ ദേവ കനായിനോയോ. ജോലി മുടക്കിയാൽ പ്രൊഡക്ഷൻ കുറയില്ലേ? അത് ഫാക്ടറിക്ക് മാത്രമല്ല രാജ്യത്തിന് മുഴുവൻ നഷ്ടം വരുത്തില്ലേ എന്നാണ് സൂപ്രണ്ട് ചോദിക്കുന്നത്. രാജ്യത്തിന്റെ നഷ്ടം ആര് നോക്കുന്നു? തുടങ്ങിയ ഫാക്ടറി എത്രയും വേഗം അടച്ചു പൂട്ടിക്കാനേ ഞങ്ങളുടെ നാട്ടുകാർ ശ്രമിക്കൂ. നമുക്കിറങ്ങാം. ശരി. സരസരസ് കരസ്മസ്. ഹായ്. 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 本当に綺麗な目してるわね。そうだね。എന്താ ഒരു എന്നെ നോക്കി അവസാനം പറഞ്ഞത്? അത് പറയൂ. അത് മുന്നേറ്റൊന്നും നല്ല ചേർച്ചയാണെന്ന്. കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു. ചെവി എന്താ അത്ര കാര്യമായിട്ട് എഴുതുന്നത്? ഒരു തീസിസ്, ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം. കഴിഞ്ഞ ലോകമഹായുദ്ധത്തിൽ നിശേഷം നശിച്ചുപോയ രാജ്യം വെറും 38 വർഷം കൊണ്ട് സമ്പന്ന രാഷ്ട്രങ്ങളുടെ മുൻപന്തിയിലേക്ക്. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. കഴിഞ്ഞ 36 വർഷം കൊണ്ട് നമുക്ക് എന്ത് നേടാൻ കഴിയും? നമ്മളെയും ജപ്പാൻകാരെയും താരതമ്യപ്പെടുന്നത് ശരിയല്ല. എന്തുകൊണ്ട് പാടില്ല? പ്രകൃതി വിഭവങ്ങൾ ജപ്പാനേക്കാൾ കൂടി നമുക്കില്ലേ? കൃഷി ചെയ്യാൻ ഭൂമിയില്ലേ? അധ്വാനിക്കാൻ കഴിവുള്ള ജനങ്ങളില്ലേ? ബുദ്ധിയിലും കഴിവിലും നമ്മൾ ഇവരേക്കാൾ ഒട്ടും പിറകോട്ടല്ല. പിന്നെന്താണ് നമുക്കുള്ള ഒരു കുറവ്? രാജ്യസ്നേഹം. ഇന്ത്യയിൽ ഇന്ത്യക്കാരനില്ല. വടക്കൻ, തെക്കൻ, മലയാളി, തമിഴൻ, തെലുങ്കൻ, പിന്നെ ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള ഭാഗിക ചിന്തകൾ. ഇവയാണ് നമ്മെ ഒറ്റപ്പെടുത്തുന്നത്. നാടിന്റെ മുതൽ നമ്മളാണെന്നുള്ള ചിന്തയില്ല. ഒരു വിദ്യാർത്ഥിയെ അധ്യാപകൻ ശിക്ഷിച്ചാൽ, ഫാക്ടറിയിൽ ഒരു നിസ്സാര തൊഴിൽ കുഴപ്പമുണ്ടായാൽ, ഒരു പോലീസുകാരനൊന്ന് തുമ്മിയാൽ ആളുകൾ പ്രതിഷേധിക്കാൻ ഇറങ്ങിച്ചെല്ലുന്ന തെരുവിലേക്കല്ലേ? ഗതാഗതം സ്തംഭിപ്പിക്കൽ, കാണുന്ന ട്രാൻസ്പോർട്ട് ബസ്സുകൾക്ക് കല്ലെറിയുക, അത് കത്തിക്കുക. ഇങ്ങനെ പൊതുമുതലുകൾ നശിപ്പിക്കുന്നത് നാട്ടുകാർ നോക്കി നിൽക്കേ ഉള്ളൂ. കാരണം നമുക്ക് പൗരബോധമില്ല. രവിയേട്ടൻ ഇതെല്ലാം ഒരു പുസ്തകമായതാണോ? പുസ്തകമാക്കാനല്ല. നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ ഇത് പ്രായോഗിക ജീവിതത്തിൽ
നടപ്പാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്മൾ 7 പേര് വിചാരിച്ചാൽ നാട്ടിൽ എന്ത് ചെയ്യാനൊക്കും? 7 70 70,000 മാറുന്നത്. നമ്മൾ അതിന് തുടക്കം കുറിക്കണം. നമ്പ്യാർ സാർ, ഇയാളാണോ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന പ്രസാദ്? അതെ സാർ. ഇന്റർപോളിന്റെ 6 മാസത്തെ തിരച്ചിലാണ് ഈ കള്ളക്കടത്ത് സംഘത്തെ പിടികൂടാൻ സാധിച്ചത്. ജാപ്പനീസ് പോലീസിന് നിങ്ങളെയും സംശയം ഉണ്ടായിരുന്നു. സാർ, അതിന് ഞങ്ങള് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയ ആ ദിവസം തന്നെ നിങ്ങൾ പറഞ്ഞ എല്ലാ വിവരങ്ങളും ഞാൻ പോലീസിനെ അറിയിച്ചിരുന്നു. അവരുടെ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ നിങ്ങൾക്ക് ഈ രാജ്യം വിട്ടുപോകാൻ അനുവാദമുണ്ടായിരുന്നില്ല. പിന്നീട് എന്റെ ഉത്തരവാദിത്വത്തിൽ താമസിപ്പിച്ച് നിങ്ങളുടെ ഓരോ നീക്കങ്ങളും പോലീസ് രഹസ്യമായി അന്വേഷിച്ചിരുന്നു. ഇപ്പോ പ്രസാദ് കുറ്റം ഏറ്റു പറഞ്ഞു. നിങ്ങൾ നിരപരാധികളാണെന്ന് പോലീസിന് ബോധ്യമായി. ആ നിലയ്ക്ക് നിങ്ങൾക്ക് ഈ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തടസ്സങ്ങളൊന്നുമില്ല. സുമീറ, പ്രസാദിൽ നിന്നും പിടിച്ചെടുത്ത നിങ്ങളുടെ പാസ്പോർട്ടും ടിക്കറ്റുമാണ്. എന്താ ഇതിൽ എഴുതിയിരിക്കുന്നത്? സയനോര. സയനോര, നമുക്ക് വിട്ടുപിരിയാൻ ആഗ്രഹമില്ല, എങ്കിലും അത് കൂടിയേ തീരൂ എന്നല്ലേ അർത്ഥം? എന്നെങ്കിലും ഈ നാട് വിട്ടു പോകേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. എന്നിട്ടും സുമീറയുമായി അടുത്ത് പരിചയപ്പെട്ടപ്പോൾ ഞാൻ ആ കാര്യം മറന്നു. എന്നാലിപ്പോൾ വീടും ജോലിയുമായി ഒതുങ്ങിക്കഴിഞ്ഞോളാണ് ഞാൻ. ഇന്ന് വന്നത് മുതൽ എനിക്കൊരു പുതിയ അനുഭവമായിരുന്നു. ഇത്ര വേഗം അത് അവസാനിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഞങ്ങൾ നാളെ പോവാണ്. ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലായോ? നീ യാത്ര പറയാൻ വന്നതാണെന്നറിയാം. നിങ്ങൾ ചെയ്തിരുന്ന സഹായത്തിനെല്ലാം നന്ദി. അമ്മയെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. あなたたちのことは決して忘れません。どうぞお元気で。ജന്മനാട്ടിലേക്ക് തിരിച്ചു വന്ന ദർശന കലാകേന്ദ്രത്തിലെ അഭിനേതാക്കളെ കൽപ്പകവൃക്ഷങ്ങൾ തലകുനിച്ചെതിരേറ്റു. ചാക്കിട്ടുപിടുത്തത്തിലും കാലുമാറ്റത്തിലും കീർത്തികേട്ട കേരളം ചരിത്രം വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. 6 മാസം മുമ്പത്തെ ഭരണകക്ഷി ഇന്നത്തെ പ്രതിപക്ഷമായി, അന്നത്തെ പ്രതിപക്ഷക്കാർ ഭരണകക്ഷിയും. പുതിയ ഗവൺമെന്റിന്റെ ജനക്ഷേമപരമായ പരിഷ്കാരങ്ങളിൽ ഒന്നായി ടൈഗർ വാലി പദ്ധതി ഉടൻ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചു. അതിനെ എതിർക്കാൻ അവറാച്ചിന്റെയും കുറുപ്പിന്റെയും മറ്റ് എസ്റ്റേറ്റ് മുതലാളിമാരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി ഭരിച്ചിരുന്നപ്പോൾ സമരത്തെയും ബന്ദിനെയും എതിർത്തിരുന്ന ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ദിവാകരന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം ആരംഭിച്ചിരിക്കുന്നു. തൊഴിലാളി സമരം സിന്ദാബാദ്! രക്ഷിക്കുക! പള്ളിയെ തൊട്ട് കളിക്കരുത്! ക്ഷേത്രധ്വംസനം അവസാനിപ്പിക്കുക!
ക്ഷേത്രധ്വംസനം അവസാനിപ്പിക്കുക. ക്ഷേത്രധ്വംസനം അവസാനിപ്പിക്കുക. ക്ഷേത്രധ്വംസനം അവസാനിപ്പിക്കുക. ക്ഷേത്രധ്വംസനം അവസാനിപ്പിക്കുക. പള്ളിയെ തൊട്ട് കളിക്കരുത്. പള്ളിയെ തൊട്ട് കളിക്കരുത്. പള്ളിയെ തൊട്ട് കളിക്കരുത്. പള്ളിയെ തൊട്ട് കളിക്കരുത്. ക്ഷേത്രധ്വംസനം അവസാനിപ്പിക്കുക. ക്ഷേത്രധ്വംസനം അവസാനിപ്പിക്കുക. ക്ഷേത്രധ്വംസനം അവസാനിപ്പിക്കുക. ക്ഷേത്രധ്വംസനം അവസാനിപ്പിക്കുക. ചില അവസരവാദികളെ വിലക്കെടുത്തും വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചും അധികാരത്തിലേറിയ ഈ മന്ത്രിസഭ ജനദ്രോഹപരമായ പ്രവർത്തനങ്ങളാണ് ഉടനെ ആരംഭിച്ചത്. 20,000-ഓളം വരുന്ന പാവപ്പെട്ട കർഷക തൊഴിലാളികളെയാണ് ടൈഗർ വാലിയിൽ നിന്നും കുടിയിറക്കുന്നത്. മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഈ ക്രൂരതയ്ക്കെതിരെ നാം സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മതവിശ്വാസികളുടെ മനസ്സ് വ്രണപ്പെടുത്തിക്കൊണ്ട് പൊളിച്ചു നീക്കാൻ തുടങ്ങുന്ന ദേവാലയങ്ങളെ രക്ഷിക്കാൻ, ഈ കുടിയൊഴിപ്പിക്കൽ അവസാനിപ്പിക്കാൻ ചലോ ചലോ കളക്ട്രേറ്റ്, ചലോ ചലോ കളക്ട്രേറ്റ്, ചലോ ചലോ കളക്ടറേറ്റ്. ചലോ ചലോ കളക്ട്രേറ്റ്, ചലോ ചലോ കളക്ടറേറ്റ്. ചലോ ചലോ കളക്ട്രേറ്റ്, ചലോ ചലോ കളക്ടറേറ്റ്. ചലോ ചലോ കളക്ട്രേറ്റ്. ചലോ ചലോ കളക്ടറേറ്റ്. മിസ്റ്റർ ദിവാകരൻ, യു ആർ അണ്ടർ അറസ്റ്റ്. കുറുപ്പേട്ട, ഞാൻ പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങൾ ഒന്നുപോലും നിങ്ങൾ ചെയ്തില്ലല്ലോ. സാറിനെ പെട്ടെന്ന് കസ്റ്റഡിയിലെടുത്തപ്പോ ആകെ ഒരു കൺഫ്യൂഷൻ ആയിപ്പോയി. ഛേ, ഇനി ഇതുപോലെ ഒരു അവസരം ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. സകല പത്രപ്രവർത്തകരും ഫോട്ടോഗ്രാഫർമാരും അവിടെ ഉണ്ടായിരുന്നു. അവരുടെ മുന്നിൽ വെച്ച് എന്നെ കൂടാതെ 10 പ്രകടനക്കാരെങ്കിലും അറസ്റ്റ് ചെയ്യിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞോ? പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ ഒരുത്തനെങ്കിലും ആശുപത്രിയിൽ എത്തിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞോ? അതിന് പോലീസ് മർദ്ദിക്കണ്ടേ? വൈകിട്ട് 5 മണി വരെ നമ്മുടെ ആൾക്കാരെ അവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ചിട്ടും പോലീസ് നോക്കി നിന്നല്ലാതെ അനങ്ങിയില്ല. അനക്കണം. 10 പേരെ കൊണ്ട് പോലീസ് നേരെ കല്ലെടുത്തെറിയിച്ചാൽ അവർ താനെ അനങ്ങും. ആ DSPയുടെ തലക്കൊണ്ട് ഒരു കല്ലെടുത്തെറിയാൻ പാടില്ലായിരുന്നു. ആ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നേരത്തെ പത്രപ്രസ്താവന നടത്തിയ കാരണം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വേഷം കെട്ടിയത്. പ്രകടനത്തിന് 10,000 പേരെ പങ്കെടുപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അവരത്തിന് 200 പേരെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞോ? ഏതായാലും നടന്നു. ഇനി വേണ്ട കാര്യങ്ങൾ ആലോചിക്കാം. അല്ലെങ്കിലും കുറെ പേരെ കുടിയിറക്കുന്നെന്നൊക്കെ പറഞ്ഞാലും ഇന്നത്തെ കാലത്ത് ആളെ കിട്ടിയാലോ അവരാച്ച. ഇതൊരു വിമോചന സമരമാക്കി വളർത്തിയെടുക്കണമെങ്കിൽ ജനങ്ങളുടെ മതവികാരങ്ങളെ ഇളക്കണം. ഭരണകക്ഷിയുടെ അതിക്രൂരമായ പ്രതികാര നടപടിയിൽ പുരാതനമായ ഒരു ഹിന്ദു ക്ഷേത്രവും ഒരു ക്രിസ്ത്യൻ ദേവാലയവും തകർക്കപ്പെടുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തിയാലേ അവരുടെ രക്തം തിളയ്ക്കൂ. അത് നമ്മൾ സാധിപ്പിച്ചെടുത്താൽ ജിഹാദ് വിളിയുമായി നാളെ അവർ തെരുവിലിറങ്ങും. ആ ശക്തിയെ തടഞ്ഞു നിർത്താൻ പിന്നെ ഇവിടെ ആർക്കും കഴിയില്ല. തിരിച്ചു വന്ന നമ്മളിൽ ഗീതയാണ് ഭാഗ്യവതി. അധ്യാപിക ജോലിക്ക് ഇന്റർവ്യൂ കഴിഞ്ഞു. കൺഗ്രാജുലേഷൻ ടീച്ചർ. ചെലവ് ചെയ്യണം. ഇന്റർവ്യൂ കഴിഞ്ഞല്ലേ ഉള്ളൂ. അത് ജോലി ഷുവറാണ്. ഇന്നത്തെ നമ്മുടെ വിദ്യാലയങ്ങളുടെ അന്തരീക്ഷത്തിൽ ഒരു അധ്യാപികയെ ആത്മാർത്ഥയോടെ ജോലി ചെയ്യാൻ ഗീതയ്ക്ക് സാധിക്കുമോ? എനിക്കൊന്ന് ശ്രമിച്ചൂടെ? അപ്പോ നമ്മളിൽ ഒരാൾക്ക് ജോലിയായി. അലക്സേ, നിന്റെ ആ ഫാക്ടറി ഉടന്ന കാര്യം എന്തായി? തൊഴിലാളികളെ കണ്ടോ? അവരെ കാണുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും കുറച്ച് പണം എനിക്കുണ്ടാക്കും. ശോക, നിന്റെ തണ്ടാസിന്റെ പൂത്ത കാശില്ലടാ. ഒരു ലേശം കാശ് അവരെ കൊടുത്തേ. നല്ലൊരു കാര്യത്തിലുള്ള ശരി. എന്റെ അച്ഛനെ കുറിച്ച് എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ തരില്ല. ആവശ്യത്തിലേറെ പണം ഒരാൾ സമ്പാദിക്കുന്നത് തന്നെ തെറ്റാണ്. അത് പൂഴ്ത്തി വെക്കുന്നതാണ് ഏറ്റവും വലിയ കുറ്റം. അലക്സേ, നിന്റെ ഫാക്ടറി തുറക്കുമ്പോ നമുക്കൊരു ജോലി തരണേ. തുറക്കട്ടെ. അപ്പൊ നമ്മൾ ജോലിയുടെ കാര്യം മാത്രം പറഞ്ഞിരുന്ന മതിയാ? നമ്മുടെ കാര്യം കൂടെ പറയാരാപ്പാ. അപ്പൊ നമുക്ക് പഴയ ബാലന്റെ മതിയാ? അത് രവി പുതിയത് വലിയ എഴുതുണ്ട. നമ്മുടെ യാത്രക്കിടയിലെ അനുഭവങ്ങൾ വെച്ച് ഞാൻ ഒരു പുതിയ സാധനം രൂപപ്പെടുത്തുകയാണ്. കുറച്ച് സമയം പിടിക്കും. കലക്കണം. അച്ഛാ, നാളെ എന്റെ ട്യൂട്ടോറിയൽ കോളേജ് തുറക്കുന്ന ദിവസം പണം അടയ്ക്കണം. 300 രൂപ. നീ ആ വീട്ടിൽ ഇങ്ങോട്ടെടുക്ക. നിങ്ങൾ
നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ആ, ശരീരം ഒട്ടും ഇളകരുതെന്നല്ലേ ആശുപത്രിയിൽ നിന്ന് പോരുമ്പോ ആ ഡോക്ടർ പറഞ്ഞത്? നീ ചുമ്മാതിരി, വെറുതെ ഇരുന്നിട്ട് കൈ തരിക്കുന്നടി. നിങ്ങൾ ആ ഉള്ളിയങ്ങ് മാറ്റി വെച്ചേ. അച്ഛ, ഞാൻ പറഞ്ഞ രൂപ ഇതിലൊന്നാറട്ടെ, ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആരുടെയും വാങ്ങിച്ചു തരാം. അല്ല, നിങ്ങൾ ഇനി പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്? അല്ലാണ്ട് എന്ത് ചെയ്യാൻ? എന്താ അച്ഛ? നീ എന്തിനാ അന്വേഷിക്കുന്നത്? അവൻ ട്യൂട്ടോറിയൽ അടയ്ക്കാൻ രൂപ വേണത്രേ. അച്ഛൻ എന്നോട് ചെയ്ത ദ്രോഹം ഇവനോടും ചെയ്യാൻ തുടങ്ങിയാണോ? എടാ, നീ എന്താ അച്ഛനോട് പറഞ്ഞത്? എന്നെ പഠിപ്പിച്ച് വലിയ ബി എക്കാരനാക്കാനായിരുന്നു അച്ഛന്റെ മോഹം. എന്നിട്ട് എന്ത് നേടി? ചെറുപ്പത്തിൽ എന്നെ കൂടെ എടുത്ത് ഈ ആശാരി പണി പഠിപ്പിച്ചിരുന്നെങ്കിൽ എനിക്കിന്നൊരു തൊഴിൽ ചെയ്ത് ജീവിക്കാമായിരുന്നു. ഇവൻ ഇനി ഒരു ട്യൂട്ടോറിയലും പോണ്ട. പഠിക്കാൻ മിടുക്കനായിരുന്നെങ്കിൽ ഇവൻ പരീക്ഷയിൽ തോൽക്കില്ലായിരുന്നു. അച്ഛാ, ഈ ഉളി അവന്റെ കൊടുക്കൂ. അവനെവിടെ ഇരുത്തി ഈ തൊഴിൽ പഠിപ്പിക്കും. അവനെങ്കിലും രക്ഷപ്പെടട്ടെ.